BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സിത്ര മേഖലയിലുണ്ടായ വാതക ചോർച്ച ദേശീയ സിവിൽ എമർജൻസി കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു. ദേശീയ സിവിൽ എമർജൻസി കമ്മിറ്റി യോഗത്തിൽ ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസൻ അധ്യക്ഷനായി. എണ്ണ ടാങ്ക് ചോർച്ചയുടെ ആഘാതങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രാലയങ്ങൾ, ബന്ധപ്പെട്ട അധികാരികൾ, ബാപ്കോ റിഫൈനറി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. നിർദ്ദിഷ്ട സൈറ്റ് സുരക്ഷിതമാക്കാനും ചോർച്ച കൈകാര്യം ചെയ്യാനും ബാപ്കോയുടെ എമർജൻസി ടീമും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസും ബന്ധപ്പെട്ട അധികാരികളും സ്വീകരിച്ച നടപടികളെക്കുറിച്ചും യോഗത്തിൽ വിശദീകരിച്ചു. സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും യോഗം അവലോകനം ചെയ്തു. അവ ഫലപ്രദമായി നേരിടാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. വാതക ചോർച്ച മൂലം ചില പ്രദേശങ്ങളിൽ ഉണ്ടായ ദുർഗന്ധം സംബന്ധിച്ച പൊതുജനങ്ങളുടെ പരാതികളും കമ്മിറ്റി പരിഗണിക്കുന്നുവെന്നും പബ്ലിക് സെക്യൂരിറ്റി ചീഫ് അറിയിച്ചു. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഏപ്രിൽ 14 മുതൽ 20 വരെ ബഹ്റൈനിൽ 808 പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി. പരിശോധനയിൽ നിരവധി താമസ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 79 നിയമലംഘകരെ കസ്റ്റഡിയിലെടുക്കുകയും 127 പേരെ നാട് കടത്തുകയും ചെയ്തു. എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ കടകളിൽ 801 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി ചൂണ്ടിക്കാട്ടി. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, ഗവർണറേറ്റുകളിലെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ്, കോസ്റ്റ് ഗാർഡ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് LMRA പരിശോധനകൾ നടത്തിയത്. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും തുടർന്നും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നതിനും ലംഘനങ്ങൾ കണ്ടെത്തി രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഏജൻസികളുമായുള്ള സംയുക്ത ഏകോപനം തുടരുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ വാർഷിക ദിനാഘോഷം മൂവൻപിക് ഹോട്ടലിൽ നടന്നു. പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ചുമതലകൾ കൈമാറുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഹ്റൈൻ വനിതാ വിഭാഗം സുപ്രീം കൗൺസിൽ അംഗം ഡോക്ടർ ബാഹിയ അൽജിഷി മുഖ്യ അതിഥിയായിരുന്നു. ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസുഫ് ലൂറി, മെമ്പർ ഓഫ് കൗൺസിലേഴ്സ് ഓഫ് റെപ്രസെന്റേറ്റീവ് ബസ്മ മുബാറക്, പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവ് PV രാധാകൃഷ്ണപിള്ള എന്നിവർ അതിഥികളായിരുന്നു. പ്രശസ്ത പിന്നണി ഗായകൻ അരവിന്ദ് വേണുഗോപാലിന്റെ സംഗീത പരിപാടിയും നടന്നു. 2023 ഭരണസമിതി പ്രസിഡന്റ് ശാരദ അജിത്ത്, വൈസ് പ്രസിഡന്റ് സുരന്ദ ഗെയ്ഗോത്, ട്രഷറർ കിരൺ മാംഗ്ലെ, ജനറൽ സെക്രട്ടറി ഡോക്ടർ തേജേന്ദ്ര കൗർ സന, മറ്റ് ഭാരവാഹികളായ രാഘ മുഖോപാധ്യായ, ഒമർ കാസി, അഞ്ജന മിശ്ര, വിജയലക്ഷ്മി ശർമ്മ, പ്രധന സുബന്ധ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി കിരൺ അഭിജിത്ത് മാംഗ്ലെ, വൈസ് പ്രസിഡന്റായി ഡോക്ടർ തേജേന്ദ്ര കൗർ സർന, ട്രഷററായി ശീതൽ ഷായ്, ജനറൽ സെക്രട്ടറിയായി ശർമിഷ്ഠ ഡേ എന്നിവരെ തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തുടങ്ങി. നിരവധി പേരാണ് ഏറെ നിർണായകമെന്ന് വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി കേരളത്തിലേക്ക് പുറപ്പെടുന്നത്. പെരുന്നാളിന് മുൻപ് തന്നെ നാട്ടിലെത്തി പ്രചാരണങ്ങൾ അടക്കം പങ്കാളികളായ പ്രവാസി സംഘടനാ നേതാക്കളും നിരവധിയാണ്. 9 വർഷത്തിനു ശേഷം ഇറാനിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ ആദ്യ സംഘം മദീനയിലെത്തി. തിങ്കളാഴ്ച രാവിലെ മദീനയിലെത്തിയ സംഘത്തിൽ 85ഓളം പേരാണുള്ളത്. ടെഹ്റാനും റിയാദും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ തുടർന്ന് ഏകദേശം 9 വർഷത്തിനിടെ ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘമാണിത്. സംഘത്തെ സൗദിയിലെ ഇറാൻ അംബാസഡർ അലി റസ ഇനായത്തി സ്വീകരിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇറാനിയൻ ഉംറ തീർത്ഥാടകരുടെ വരവ് ആരംഭിച്ചതിൽ അംബാസഡർ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഇറാൻ സൗദി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു അനുഗ്രഹീത ആത്മീയ ചുവടുവയ്പ്പാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ വിഷയത്തിൽ സഹകരിച്ച സൗദി അറേബ്യയിലെ വിദേശ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും അംബാസഡർ നന്ദി പറഞ്ഞു. ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ തിരിച്ചെത്തി. ഇന്നലെ മുതൽ സർവീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി എയർപോർട്ട് CEO പോൾ ഗ്രിഫിത്ത് അറിയിച്ചു. ബാഗേജ് വിതരണവും പുരോഗമിക്കുന്നു. ദിവസവും 1400 വിമാനങ്ങളാണ് ദുബായ് എയർപോർട്ട് വഴി സർവീസ് നടത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള 100 കണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ബസ്സുകളും സർവീസും പൂർണ്ണമായി പുനരാരംഭിച്ചു. ദുബായിൽ 4 മെട്രോ സ്റ്റേഷനുകൾ ഒഴികെയുള്ളവ തുറന്നു. മഴക്കെടുതിയുള്ള ഒരാഴ്ചയ്ക്ക് ശേഷം ഓഫീസുകൾ തുറന്നതോടെ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് പലരും ഓഫീസുകളിൽ എത്തിയത്. അതേസമയം അബുദാബിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ പെയ്യുമെന്ന പ്രവചനമുണ്ടായിരുന്നെങ്കിലും ഇന്നലെ ശക്തമായ കാലാവസ്ഥയായിരുന്നു. ഫുജേറ, അലൈൻ എന്നിവിടങ്ങളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കായിക ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് മികച്ച പുരുഷ താരമായും സ്പാനിഷ് ഫുട്ബോളർ ഐദാന ബോൺമറ്റി മികച്ച വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. 5ാം തവണയാണ് ജോക്കോവിച്ചിന് ലോറസ് അവാർഡ് ലഭിക്കുന്നത്. 2013, 15, 16, 19 വർഷങ്ങളിൽ താരം പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച ടീമിനുള്ള പുരസ്കാരം ലോകകപ്പ് നേടിയ സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീമിനാണ്. തിരിച്ചുവരവിനുള്ള പുരസ്കാരം അമേരിക്കൻ ജിംനാസ്റ്റിക് താരം സിമോൺ ബെൽഡ് സ്വന്തമാക്കിയപ്പോൾ ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം
അംഗീകാരം റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലണ്ട് താരം ജൂഡ് ബെല്ലിംഗ്ഹാമിനും ലഭിച്ചു. 1.5 മാസത്തെ വീറും വാശിയും പകർന്ന കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് കൊട്ടിക്കലാശത്തോടെ സമാപിക്കും. പരസ്യപ്രചാരണമാണ് ഇന്ന് അവസാനിക്കുക. അവസാന പോളിംഗ് വോട്ട് ഉറപ്പിക്കാൻ മുന്നണികൾ തയ്യാറെടുക്കുന്നു. കേരളത്തിൽ പോളിംഗ് വെള്ളിയാഴ്ചയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ LDF-നും പ്രതിപക്ഷമായ UDF-നും കേന്ദ്രം ഭരിക്കുന്ന NDA-യ്ക്കും നിർണായകമെന്ന് തന്നെ പറയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 19 സീറ്റുകൾ സമ്മാനിക്കുകയും LDF-ന് ഒന്നിലൊതുക്കുകയും NDA നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിൽ പറയാൻ വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടത് 38 ദിവസങ്ങൾ. ഫലപ്രഖ്യാപനം ജൂൺ 4. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിൽ 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. ഇതിൽ 25 പേർ സ്ത്രീകളാണ്. പുരുഷന്മാർ 169. കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനമായ വെബ്കാസ്റ്റിംഗ് നടത്തും. ബാക്കി 6 ജില്ലകളിൽ 75% ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യമൊരുക്കും. ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇന്നലെ ഗ്രാമിന് 140 രൂപ കുറഞ്ഞു. ഇതോടെ ഗ്രാം സ്വർണ്ണത്തിന്റെ വില 6615 രൂപയായി. ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 52,920 രൂപയായി. 18 ക്യാരറ്റിന്റെ 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 130 രൂപ കുറഞ്ഞ് 5535 രൂപയിലെത്തി. ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഇന്ന് ഈ വിലയാണ് നിലവിൽ പവന് 1120 രൂപ കുറഞ്ഞ് 52,920 രൂപയായത്. യുദ്ധ സാഹചര്യങ്ങളിൽ അയവ് വന്നതോടെ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. തീരദേശ പരിപാലന നിയമലംഘനം ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങളും തീരമേഖലാ പരിപാലന അതോറിറ്റിയും പുറപ്പെടുവിച്ച ഉത്തരവുകളും നോട്ടീസുകളും ഹൈക്കോടതി റദ്ദാക്കി. 2019 പുതിയ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നടപടിയാണിതെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അമിത് റാവലിന്റെ ഉത്തരവ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കി അതോറിറ്റിയും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും നൽകിയ നോട്ടീസുകൾ ചോദ്യം ചെയ്ത് മരടിലെ KGA ഹോട്ടൽ ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. പുതിയ നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ചതിനു പുറമെ നിർമ്മാണം പൂർത്തിയായവ അനധികൃതമാണെന്നതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസുകൾ. ഇതിന്റെ പേരിൽ കെട്ടിട നമ്പർ നിഷേധിച്ചതടക്കമുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട 2019 ജനുവരി 18 വിജ്ഞാപന പ്രകാരം ദൂരപരിധി 200 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി കുറച്ചത് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പരിപാലന പ്ലാനുകൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച ആവശ്യവും സർക്കാർ ഉന്നയിച്ചു. കടൽത്തീരം പോലുള്ള മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ 200 മീറ്റർ ദൂരപരിധിയുള്ളത്. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പരിപാലന അതോറിറ്റിയുടെയും ഉത്തരവുകളും നോട്ടീസുകളും സ്വന്തം ഭൂമി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തിന്റെ ലംഘനമാണ് കോടതി നിരീക്ഷിച്ചു. നിർമ്മാണാനുമതി തേടി നൽകിയിരുന്ന അപേക്ഷകൾ വീണ്ടും പരിഗണിച്ച് തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചു. വധശിക്ഷ കാത്ത് യമനിൽ ജോലി ചെയ്യുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാര്യങ്ങൾ പഠിച്ച ബോധ്യം വന്ന ശേഷം ഇടപെടുമെന്ന് നിമിഷപ്രിയ മനഃപൂർവ്വം കൊലപാതകം നടത്തിയെന്നും ഇല്ലെന്നും 2 രീതിയിൽ പറയുന്നു. ഇതേക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പഠിച്ചു വരികയാണ്. കാര്യങ്ങൾ ബോധ്യം വന്ന ശേഷം ഇടപെടും, അല്ലെങ്കിൽ അത് തെറ്റായ സന്ദേശമാകും. നിരപരാധിയെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ രക്ഷിക്കും. 1.5 കോടി രൂപ മതിയല്ലോ. പൂർണ്ണമായും ചിലപ്പോൾ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ പകുതി നൽകും. ശേഷിച്ചത് സമൂഹത്തിൽ നിന്ന് കണ്ടെത്തും. സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന റഹീമിനെ കുറിച്ചുള്ള സിനിമ നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സംവിധായകൻ ബ്ലസിയെ വിളിച്ചപ്പോൾ അദ്ദേഹം ദുബായിൽ പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, എന്നിട്ട് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായി, ഇത് കച്ചവടമാണെന്ന് പറഞ്ഞ് വിവാദമാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചെയ്യാമെന്നും ചെയ്യത്തില്ലെന്നും പറഞ്ഞിട്ടില്ല. സിനിമ വന്നാൽ അത് ലോകത്തിനുള്ള മലയാളികളുടെ സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ സമീപിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ബോബി പറഞ്ഞു, അന്ന് നിന്നിരുന്നെങ്കിൽ ഇന്ന് മന്ത്രിയായേനെ. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ആര് ജയിച്ചാലും തോറ്റാലും തനിക്ക് ഒന്നും തന്നെ തോന്നാറുമില്ല. തുമ്പമൺ അമ്പലക്കടവിൽ മോഷ്ടാക്കൾ കൊള്ളയടിച്ച പെട്ടിക്കട ഉടമ മല്ലികയ്ക്ക് സഹായവുമായി പത്തനംതിട്ടയിലെത്തിയതായിരുന്നു ബോബി. കട നവീകരിച്ച് ബോച്ചെ പാർട്ണർ എന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചൈസ് നൽകി കട മുഴുവൻ ബോച്ചെ ടീ കൊണ്ട് നിറച്ചു നൽകുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത യൂട്യൂബർ സൂരജ് പാലാക്കാരനെതിരെ വനിതാ കമ്മീഷന് പരാതി. അശ്ലീല പരാമർശങ്ങളും അധിക്ഷേപങ്ങളും നിറഞ്ഞ വീഡിയോകൾക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. മുൻ ആരോഗ്യമന്ത്രിയും മഹിളാ അസോസിയേഷൻ നേതാവുമായ ലോകം ആദരിക്കുന്ന പൊതുപ്രവർത്തകയെ സമൂഹമാധ്യമത്തിൽ വ്യക്തിഹത്യ നടത്തിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. അടിസ്ഥാനരഹിതവും അങ്ങേയറ്റം അപകീർത്തികരവുമാണ് വീഡിയോകളുടെ ഉള്ളടക്കം. സമൂഹമാധ്യമങ്ങളിലെ ഇത്തരം പെരുമാറ്റം പൊതുധാർമ്മികതയ്ക്ക് നിരക്കാത്തതും പൊതുപ്രവർത്തന രംഗത്തുള്ള വ്യക്തികളുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും വെല്ലുവിളിയുമാണ്. സ്ത്രീ സമൂഹത്തിനാകെ അപമാനിക്കുന്നതുമാണ്. അധിക്ഷേപകരമായ വീഡിയോക്കെതിരെയും യൂട്യൂബർക്കെതിരെയും സംസ്ഥാന വനിതാ കമ്മീഷൻ നടപടിയെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.